ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവൽ മെത്തേഡിൻ്റെത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നാളെ ആ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, എന്താണ് അവരുടെ തോട്ട്സ്, എന്താണ് ഫീലിങ്സ് ഓർ ആദ്യം തന്നെ എനിക്ക് അവെയർനെസ് ആണ് വന്നിട്ടുള്ളത്. അതോറിറ്റി വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡ്സിനും നമുക്ക് ക്ലാരിറ്റി ആയിട്ട് ടാരോട്ട് കാർഡ്സ് എടുത്തു നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ് എനിക്ക് അതോറിറ്റിക്ക് വന്നിട്ടുള്ളത്. അവെയർനെസ്സിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സും അതോറിറ്റി എന്ന കാർഡും വരുമ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പല കാര്യത്തിലും ബാലൻസ്ഡ് ആണ് എന്ന് വേണം പറയണമെങ്കിൽ. അതായത് അവർ ഇമോഷണലി ബാലൻസ്ഡ് ആവുന്നതായിരിക്കും. നിങ്ങളടുത്ത് പലതും പുറത്ത് കാണിക്കുന്ന എല്ലാ എനർജിയും അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയാം, ഇമോഷൻസ് എന്ന് പറയാം, എന്തും അവരിപ്പം ഹൈഡ് ചെയ്യാണ്. പക്ഷെ അത് ഹൈഡ് ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടാണ്. അവരെല്ലാത്തിനെയും ഇങ്ങനെ ഓവറായിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതിനൊക്കെ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ആ പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. തുടക്കമുണ്ടായിരുന്ന ഈ പേഴ്സൺ തുടക്കം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹമൊന്നും ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും. ഫോൺ കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു ലിമിറ്റിനപ്പുറം അവർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. അത് അവരുടെ ലൈഫിൽ അവർ കൺട്രോൾ വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അതൊരു നെഗറ്റീവ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്, പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. അവർ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു പക്വതയോടെ പെരുമാറുന്ന ഒരു എനർജിയാണത്. ഓക്കെ, ആൻഡ് അവെയർനെസ് ആൻഡ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് ഇപ്പം കുറെ കാര്യത്തിൽ ബോധം വന്നിട്ടുണ്ട്, ബോധോദയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവെയർ ആവുന്നുണ്ട് ഒരുപാട് കാര്യത്തിൽ. സ്റ്റാർ കാർഡ് വരുന്ന സമയത്ത് നിങ്ങളടുത്ത് ഒരുപാട് ഹോപ്പ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളടുത്ത് മാത്രമല്ല, ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പല കാര്യത്തിലും അവർക്ക് നല്ല രീതിക്ക് തന്നെ പ്രതീക്ഷയുണ്ട്. അത് അവർ അറിയാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് അവരുടെ കോൺഷ്യസ് മൈൻഡിൽ ഇതിങ്ങനെ നിൽക്കുന്നിടത്തോളം അവരിലേക്ക് ഇത് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും ഇതിൽ അട്രാക്ട് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രതീക്ഷകളെല്ലാം നടക്കുന്നുണ്ട്. ആ ഒരു അവെയർനെസ് അവർക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു അവെയർ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഹീൽ ആവുകയാണ് അവരുടെ ലൈഫിൽ. പല കാര്യങ്ങളും ഹീലിങ്ങിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അവർക്ക് നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അതെല്ലാം ഒരു തിളക്കത്തിലേക്ക് വരികയാണ്, ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങളുടെ പ്രെയർ കാരണവുമായിരിക്കാം ഈ പേഴ്സണൽ ലൈഫിൽ പല കാര്യവും ഹീൽ ആകുന്നത്. ഇപ്പൊ കാർമിക് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നിന്നും ഹീൽ ആവേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ പല കാര്യവും ഹീൽ ആകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എംപറർ കാർഡാണിത്. ഇത്ര നാളും ഒരു അധികാരമുള്ള ആളെ പോലെ നിങ്ങളടുത്ത് ഇവർ ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പം ആ എനർജിക്ക് മാറ്റം വന്നിട്ടുണ്ട്. മെച്യൂർഡ് ആയതുപോലെ കാണിക്കുകയാണ്, പക്വത ആയതുപോലെ കാണിക്കുകയാണ്. ഇത്ര നാളും സിൻസിയർ ആയിട്ട് ഒരു ഡിസിഷനും എടുക്കാത്ത ആളാണെങ്കിൽ ഇനി അവരത് എടുക്കും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കൺട്രോളിങ് പ്രോബ്ലം അല്ലെങ്കിൽ അധികാര പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല, മീൻസ് ഒരു ടോക്സിക്കോ അല്ലെങ്കിൽ ഏതിനും എന്തിനും കൺട്രോൾ, എന്തും ഏതും ചെയ്യുമ്പോൾ പറയണം, അവരുടെ അടുത്ത് അത് പറയണം എന്നൊക്കെയുള്ള രീതിയിൽ ബിഹേവ് ചെയ്ത ഒരാളാണെങ്കിൽ ആ എനർജിക്ക് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി പക്വതയോടെ, എന്താ പറയുക, അവനവന് വേണ്ട ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരാളെ പോലെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ. ഏസ് ഓഫ് കപ്സ് ആണ് ഈ നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കറന്റ്ലി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹം തോന്നുന്നുണ്ട്.
കാരണം നിങ്ങളടുത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അവയർനെസ് എന്നൊരു കാർഡ് വന്ന സമയത്ത്, സ്റ്റാർ കാർഡ് വന്ന സമയത്ത് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടാകാം. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ ഇവരെ ഒരുപാട് മിസ് ചെയ്യുമ്പം, ആലോചിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോഴൊക്കെ അവർക്കത് അവിടെ ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തോന്നുക, അതുപോലെ അവർ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളടുത്ത് ഒരു ഗുഡ് ന്യൂസ് തരും. നിങ്ങൾക്കത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, സഡൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു സർപ്രൈസ് പോലെ നിങ്ങൾക്ക് എന്തോ ഒന്ന് ഇവർ തരാൻ പോവാണ്. അത് പെട്ടെന്നാണ് വരുന്നത്, കാലതാമസമൊന്നുമില്ല. മേ ബി നിങ്ങൾ കോണ്ടാക്ട് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അതായിരിക്കാം, മെസ്സേജ് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതായിരിക്കാം, ഇല്ല ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതായിരിക്കാം, ഇനി അവരുടെ അടുത്ത് നിന്ന് അവരെന്തെങ്കിലും പ്രോമിസ് ചെയ്ത ഗിഫ്റ്റുകളാണെങ്കിൽ അതായിരിക്കാം. എന്തോ ഒരു ഗുഡ് ന്യൂസ് അവർ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. അത് ഡിലേ ഒന്നുമില്ലാതെ സഡൻ ആയിട്ട് കിട്ടുകയാണ്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ചു പോലും ഇരിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ആയിരിക്കും അത് കിട്ടുക. നൈറ്റ് ഓഫ് സോട്ട്സ് ആണ്. ഈ പേഴ്സണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. മീൻസ് ചിലപ്പം അവർ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ റോങ് ആയിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ഇപ്പം അവർ അതിലെല്ലാം കൺട്രോൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ലൈഫിന് എങ്ങനെയായിരിക്കും എന്നുള്ളത് നല്ല രീതിക്ക് ആലോചിച്ച് ആ ഒരു ബോധത്തോടെ മാത്രമാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് അതേപോലെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സൺ ഇനി നിങ്ങളടുത്ത് വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇത്ര നേരം നോക്കിയത് അവരുടെ ഒരു കറണ്ട് എനർജി ആയിരുന്നു. സോ എന്താണ് നിങ്ങളടുത്ത് ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്? വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിട്ടുള്ളത്. ഷാഡോ വന്നിട്ടുണ്ട്, മൂവിങ് ഓൺ വന്നിട്ടുണ്ട്, സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട്. ഓക്കെ, വിക്ടറി ആൻഡ് സക്സസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരണം എന്നുള്ളത് ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാണ്, അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, തേർഡ് പാർട്ടികളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിട്ട് ഒരു സക്സസിലേക്ക് കൊണ്ടുവരണം. ഇതൊരു വിക്ടറി ആക്കണം. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഷാഡോ എന്നുള്ളൊരു കാർഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നിങ്ങൾ അവരെ വളരെയധികം നിങ്ങളടുത്ത് തെറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ആ പേഴ്സണെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വേദന പോലെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്. അതായത് നിഴൽ ജീവിതം ജീവിക്കുകയാണ് ഈ പേഴ്സൺ. അതായത് അവർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മീൻസ് ചെയ്യാത്ത സിറ്റുവേഷൻ കൊണ്ട് ചെയ്തിട്ടും മനസ്സുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, ജെനുവൻ ആയിരിക്കും, എന്നിട്ടും നിങ്ങളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് വിട്ടേക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ അതിനെ ക്ഷമിച്ച് വിട്ടേക്കാം. അതിനെ ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന രീതിയിൽ അതിങ്ങനെ ടോക്സിക് ആയി പോകും, അങ്ങനെ ബിഹേവിയർ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സണോടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. മനസ്സിൽ ആ ഒരു സോളിനോട് ക്ഷമ ചോദിക്കുക. കാരണം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലും ഇത് ട്രോമ പോലെ അല്ലെങ്കിൽ ഏതൊക്കെയോ മനസ്സിന്റെ കോണുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പം റിലേഷൻഷിപ്പ് അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ആയിരിക്കാം മേ ബി നിങ്ങൾ ഈ കാണുന്നവർ, അല്ലാത്തവരും ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ ആ ദേഷ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ ഒരു പേരിൽ നിങ്ങൾ അത്രയും വലുതായി സംസാരിച്ചതായിരിക്കും. പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്
ഇത്രയും സ്നേഹമുള്ളത് കൊണ്ടും അവർ ഈ റിലേഷൻഷിപ്പ് വീണ്ടും വേണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് അക്സെപ്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അവസ്ഥകൾ കൊണ്ടായിരിക്കുമല്ലോ ഓരോ കാര്യം ക്രിയേറ്റ് ആവുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് അവരുടെ സോളിൻ്റെ അടുത്ത് മനസ്സറിഞ്ഞുകൊണ്ട് സോറി ചോദിക്കുക. അത് ഹീലാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് സ്നേഹത്തോടെ തിരിച്ചു വന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു പഴയ ഓർമ്മ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മെമ്മറീസിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് എഗെയിൻ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആൻഡ് മൂവ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങളടുത്ത് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് കളയാനാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം പറഞ്ഞതുപോലെ ഹീലാകാനുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യുക. അതുപോലെ ഈ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിച്ച് വിടുക, അത് ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്, മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ മാപ്പ് കൊടുത്ത് അവർ സ്വീകരിച്ച് വീണ്ടും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വേദനകൾ ഏറ്റുവാങ്ങാനല്ല പറയുന്നത്, അതിലേക്ക് ക്ഷമിച്ചു വിടുക. കാരണം അവർ ചെയ്തിട്ടുള്ള നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ അതിനുള്ള ആൻസർ എങ്ങനെയായാലും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാകാം. ഒരു സോൾ കണക്ഷനോ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേഴ്സണോട് ഇത്രയും അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും ഈ പേഴ്സൺ ഇത്രയും തെറ്റുകൾ എന്നോട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും അട്രാക്ഷൻ അല്ലെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കാൻ തോന്നുന്നത്, എഫെക്ഷൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ്. സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പം യൂണിവേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 2 സോളുകളായിരിക്കും, ഒന്നിക്കാനുള്ള സോളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിളിങ് സിറ്റുവേഷൻസ് നേരിടേണ്ടി വരും. വാല്യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സക്സസ് കൊണ്ടുവരിക. ആൻഡ് അതുപോലെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. സെവൻ ഓഫ് സോർഡ്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം, ഒരുപാട് നേരം സംസാരിക്കണം, ഒന്ന് കോണ്ടാക്റ്റിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. മീൻസ് അവർക്കൊരു പ്രസൻസ് വേണം, കോളിലൂടെ ഒരു പ്രസൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് കേൾക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അതൊരു മിസ്സിങ് എനർജിയാണ്. ഹെറോഫൻ്റ് ആണ്. നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ദാറ്റ് മീൻസ് നിങ്ങളൊരു പാർട്ട്ണർ ആക്കണം, ഒരു പാർട്ട്ണറുടെ രീതിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മൂൺ കാർഡാണ്. നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയാൻ അവർക്ക് പേടിയുണ്ട്. അപ്പോൾ അവരുടെ ഫീലിങ്സിനകത്ത് ഇവിടെ സ്നേഹം മാത്രമല്ല വരുന്നത്, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഭയം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഹൈഡിങ് എനർജിയാണ്. പല കാര്യങ്ങളും ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ നിങ്ങളെ പേടിച്ചിട്ടാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയി പോവോ എന്നൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇപ്പോഴും തുറന്നു പറയുന്നില്ല. ആ പറയാത്തത് ആലോചിച്ചിട്ട് ഇവർക്ക് വളരെയധികം ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ആൻസൈറ്റി, നല്ല രീതിക്ക് തന്നെ ആൻസൈറ്റി ഉണ്ട്. ഫോർ ഓഫ് സോർട്സ് ആണ് നമുക്ക് റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു കൺട്രോളിങ് കാർഡാണിത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പം അതിന് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്, അകൽച്ച വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടൊരു അകൽച്ച. തേർഡ് പാർട്ടി ഇത്രയും നാൾ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നില്ല. അതായത് അവർ തേർഡ് പാർട്ടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾ ഇത്രത്തോളം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അത്രയും പോരായിരിക്കും. മീൻസ് നിങ്ങളുടെ ആ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ പകരം ആവുന്നുണ്ടാവില്ലായിരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. മീൻസ് തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത്, മീൻസ് തേർഡ് പാർട്ടിന്റെ പോക്കിയിട്ട് നിങ്ങളെ, അതായത് നിങ്ങളുടെ ഒരു സ്ഥാനം, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം, അത് അവർക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, പുതിയ ജീവിതം നിങ്ങളുടെ കൂടെ നല്ല രീതിക്ക് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു മിസ്സിങ് എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സമയത്തിന് വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. ഓക്കെ, അതായത് എല്ലാം ഒന്ന് ശരിയായി വരാൻ ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും ഓപ്പൺ ആയിട്ടൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ഏകദേശം എല്ലാം ഓക്കെ ആയി വരുന്നത് പോലെയാണ് എനിക്കിവിടെ കാണുന്നത്. സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു, സമയം അനുകൂലമാകാൻ ഈ പേഴ്സൺ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്.
നമുക്ക് കുറച്ച് ക്ലൂസ്, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഫീലിങ്സ് ആണ്, തോട്ട്സ് നോക്കി. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം. ഈ ക്ലൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളെയും മാച്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേൻ്റെ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ബർത്ത്ഡേൻ്റെ ഡേറ്റ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് ആയിരിക്കും, ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പേരിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്പെല്ലിംഗ് കുറച്ചധികം ഉണ്ടാകും, ഏജ് ആയിരിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം കേട്ടോ. നമ്പർ 29 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഡി ആണ്. 13 and 3 വന്നിട്ടുണ്ട്. നമ്പർ 41. നമ്പർ 28. ലെറ്റർ ആർ ആണ് ആൻഡ് 11 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. ലെറ്റർ എച്ച് ആണ്. നമ്പർ 22. നമ്പർ 42. നമ്മൾ ഇത്ര ക്ലൂസ് എടുക്കുന്നുള്ളൂ, കുറഞ്ഞ ക്ലൂസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.